ഹായ് ഗായ്സ്, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്ന് നമ്മളൊരു ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മളിന്നൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. ഇപ്പോൾ ഗാർഡനിങ് ഒക്കെ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഗാർഡനിങ്ങിൽ തന്നെ ഇപ്പോൾ കൂടുതലും പൂക്കളുള്ള ചെടികളെക്കാളും ലീവ്സ് ഉള്ള പലതരം ടൈപ്പ് ഓഫ് ലീവ്സ് ഉള്ള ചെടികൾക്കാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ഈ പ്ലാന്റ്സൊക്കെ മിക്കവാറും നമ്മുടെ പറമ്പിലും കാടുകളിലൊക്കെ ഉള്ള തരം ചെടികളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഗാർഡനിങ്ങിന് പറ്റിയ ഐഡിയയ്ക്ക് പറ്റിയ ചെടികളൊക്കെ കിട്ടുമെന്നൊന്ന് നമുക്ക് നോക്കാം. നല്ല കാശ് മുടക്കിയാണ് നമ്മൾ ഈ തരം ചെടികളൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നത്. നമുക്കിതൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ചെടികളൊക്കെ തന്നെയാണ്. അത് കുറച്ചുകൂടി ഭംഗിയുള്ള ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിസരത്തു നിന്നൊന്ന് തപ്പിയെടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ് ആണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഈ ഹണ്ടിങ് ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചേമ്പിൻ്റെ ടൈപ്പ് പല ലീവ്സ് ഉള്ള ചെടികളുണ്ട്, പല കളറിലുള്ള പുള്ളിക്കുത്തുള്ള ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കി പോകുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കണ്ടോ, ഇത് നമുക്ക് പ്ലാന്റിങ്ങിന് പറ്റിയൊരു ചെടിയാണ്. നമുക്ക് നല്ല ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ അതിൻ്റെ വേരോട് കൂടി വേണം നമ്മളത് പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേരൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിൽ മതി നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും. ഇത് വേറൊരു ടൈപ്പ് ചേമ്പിൻ്റെ ടൈപ്പ് വന്നിട്ടുണ്ട്, വൈറ്റ് ഡോട്ട്സൊക്കെ ആയിട്ട്. അത് നമുക്കത് അങ്ങനെ പറിച്ചെടുക്കാം. നമുക്കത് പതിയെ അതിൻ്റെ സൈഡിലൊക്കെ നിറയെ കാടൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം നമുക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്തെടുത്താലാണ് അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് പോലത്തെ സംഭവമുണ്ട്. നമ്മൾ ഈ ചേമ്പും ചേനയൊക്കെ മാതിരി അതിൻ്റെ അടിയിൽ ചെറിയൊരു കിഴങ്ങുണ്ട് ഇതിൻ്റെ. അപ്പോൾ ആ കിഴങ്ങോട് കൂടി കിട്ടിയാൽ തന്നെയാണ് നമുക്കത് കറക്റ്റായിട്ട് നടാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലീഫ് മാത്രമായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു ടൈപ്പ് നമുക്കിപ്പോൾ പറിച്ചെടുക്കാൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നതൊക്കെ കൂടി നമുക്കൊരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വയ്ക്കാം. ഇത് വേറൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് കിട്ടിയേക്കുന്നത്. വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതാണ്. റെഡും വൈറ്റും ഡോട്ട്സ് ഉള്ള ഗ്രീൻ ലീഫിൽ റെഡും വൈറ്റും ഡോട്ട്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും. അതും നമുക്ക് കറക്റ്റായിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ സൈഡിലത്തെ കാടൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ട് വേണം അത് പറിച്ചെടുക്കാനായിട്ട്. ഞാൻ മിക്കവാറും ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലീഫ് മാത്രമായിട്ടാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. നമ്മൾ കറക്റ്റ് എൻ്റെ കയ്യിലൊരു കത്തിയോ അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഒരു കൈ വെച്ചിട്ട് ക്യാമറ നമ്മൾ ക്യാരി ചെയ്യുകയാണ്. അപ്പോൾ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പാടായിരിക്കും. വേറൊരു ടൈപ്പാണിത്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ പിങ്ക് കളറാണ്. സൈഡിലൊക്കെ ആ ഗ്രീൻ ലീവ്സും സൈഡിൽ വൈറ്റ് ഡോട്ട്സും ഉണ്ട്. അതും കാണാൻ നല്ലൊരു ഭംഗിയാണ്. ചെടിച്ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതൊരു സെറ്റായിട്ട് വരുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഈ ടൈപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ചിലതിനൊരു നമുക്കൊരു ചൊറിച്ചിലിനൊക്കെ സാധ്യതയുണ്ട്. ചിലവർക്കൊക്കെ ഇത് അലർജിക്കായിട്ടുള്ളവർക്ക് ഈ ചേമ്പിൻ്റെ ടൈപ്പ് ഐറ്റംസൊക്കെ ചിലതൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിള്ളേരുടെ അടുത്തൊന്നും ഇത് ഒത്തിരി അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതും നമുക്ക് കറക്റ്റായിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രീൻ ലീഫും റെഡും വൈറ്റും ഡോട്ടും ടൈപ്പുള്ള ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലീഫ് മാത്രമായിട്ട് പോകുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കിഴങ്ങ് അത് ഒത്തിരി സൈസില്ല അതിൻ്റെ താഴത്തെ കിഴങ്ങിന്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാരണം മണ്ണിന് നല്ല ഇളക്കമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ടതൊന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് പൊക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പഴയ സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കാം. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്ത് തന്നെ ഫുള്ള് കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു ടൈപ്പ് ഇവിടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. സെൻറ്റർ പോർഷനിൽ പിങ്കും
സൈഡിൽ വൈറ്റ് കളറുള്ളത്. നല്ല സൂര്യപ്രകാശത്തിലേക്ക് വെക്കാൻ പറ്റുന്നതാണ്. പ്രകാശം നല്ലോണം ഉള്ളിടത്താണെങ്കിൽ ഇത് നല്ല കളറോട് കൂടി തന്നെ നിൽക്കുന്നതായിരിക്കും. ഇത് വീട്ടിലൊക്കെ നമുക്ക് നല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അധികം കെയറിങ് ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് നട്ട് വെച്ചാൽ മതി, നല്ലോണം തന്നെ ഇത് സെറ്റ് ആയിക്കോളും. കുറേ ലീവ്സൊക്കെ വന്നാലായിരിക്കും ഇതിന് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. ഇപ്പം 2 ലീഫൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നില്ല. കൂടുതൽ ഒരു ടൈപ്പ് തന്നെ ഒരു ചട്ടിയിൽ ഫുള്ള് നട്ട് കഴിയുമ്പോൾ ആയിരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ മെയ് മാസപ്പുലരിയൊക്കെ മാതിരി ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ മണ്ണിനടിയിൽ കിടക്കുന്ന കാരണം ഓരോ സീസണിലും മഴയൊക്കെ പെയ്യുമ്പോൾ അത് തന്നെ മുളച്ചു വരും. നമ്മളത് പ്രത്യേകിച്ച് അതിന് കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സീസണിൽ അത് തന്നെ അങ്ങ് മുളച്ചു വന്നോളും. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ കിഴങ്ങ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പറിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വെറൈറ്റി എനിക്ക് തോന്നുന്നു ഒരു ഗ്രീൻ ലീഫിൽ റെഡും വൈറ്റും ഡോട്ട്സ് ഉള്ളത്, പിന്നെ സെൻറ്റർ പോർഷനിൽ പിങ്കും സൈഡിൽ വൈറ്റുള്ളത്, ഒരെണ്ണം ഫുള്ള് വൈറ്റായിട്ട് ഇങ്ങനെ ലൈൻസ് പോലത്തെ നെറ്റിൻ്റെ ലൈൻസ് പോലത്തെ ഒരെണ്ണം നമുക്ക് കിട്ടി. അങ്ങനെ 3 ടൈപ്പാണ് ആ ടൈപ്പിൽ കിട്ടിയേക്കുന്നത്. വേറൊരു ടൈപ്പിൽ ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ചേമ്പിൻ്റെ വേറൊരു ടൈപ്പ് മോഡൽ ഒരു ചെടിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കൂടി കളക്ട് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഹണ്ടിങ് അവസാനിപ്പിക്കാം. ശരിക്കും ഗാർഡനിങ് ഒക്കെ ശരിക്കും ഒരു അനുഭവമാണ്. നമുക്ക് കുറേ ഹാപ്പിനെസ് നൽകുന്ന ഒന്നാണ് ഈ ഗാർഡനിങ്. അതിങ്ങനത്തെ കൂടുതൽ ഹണ്ടിങ്ങും അങ്ങനത്തെ പരിപാടിയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു രസമായിരിക്കും. നമ്മളതൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്നതും കുറേ പേരൊക്കെ നമുക്ക് കമ്പനിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു രസമായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല കാശ് മുടക്കിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും നമുക്ക് ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.